ഒരു പ്രാദേശികമായിട്ടൊരു ചലച്ചിത്രോത്സവം തൃശ്ശൂർ നഗരത്തിലും തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തുമായിട്ട് നടക്കുന്നൊരു പ്രവർത്തനം ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും. ഒരു പുതിയ ചലച്ചിത്ര ഭാവുകത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് അത് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് തൃശ്ശൂർ ഫെസ്റ്റിവലിൻ്റെ ഒരു വലിയ സാംസ്കാരികമായ സംഭാവന എന്ന് പറയാവുന്നത്. ഒരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളെ നമ്മളായിട്ട് ചിന്തിക്കാറുണ്ട്, ശരിയല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് സിനിമ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോ ഒന്നുമല്ല, സാധാരണ എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. അത്രമാത്രം സിനിമ നമ്മളിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമാ പ്രേമികളായിട്ടുള്ള ആളുകളാണ് എല്ലാവരും. തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വികാരമാണ് ഏത് കാലത്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം. 20ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം IFFT നടക്കുന്നു നമ്മുടെ സ്വന്തം തൃശ്ശൂര്. അതും 8 ദിവസങ്ങളിലായിട്ടാണ് ഈ മേള നടക്കുന്നത്. അത് ഭയങ്കര ഒരു ആഘോഷമാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും. കാരണം എല്ലാം ആഘോഷമാക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടില് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ആഘോഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. 8 ദിവസങ്ങളിലായിട്ടാണ് ഈ ചലച്ചിത്രമേള ഇവിടെ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ചലച്ചിത്രമേളയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഹലോ റേഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ റേഡിയോ 90.8. ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. അപ്പോൾ ഈ 20ാമത് ചലച്ചിത്രോത്സവത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് 2 പേര് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കിയാലോ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ചെറിയാൻ ജോസഫ് സാറുണ്ട്, അതുപോലെ തന്നെ ട്രഷറർ ആയിട്ടുള്ള A രാധാകൃഷ്ണൻ സാറുണ്ട്. 2 പേർക്കും നമസ്കാരം. നമസ്കാരം. നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഇതൊരു ആഘോഷമാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. ഒരുപാട് സിനിമകൾ ഇങ്ങനെ മാറി മാറി കാണാനായിട്ട് പറ്റുകയാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ പുതിയ വിശേഷങ്ങൾ? 2004 തൃശ്ശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിക്കുന്നത്. 2025 ഒക്ടോബർ 24 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുന്ന ഈ മേള 20ാമത് എഡിഷൻ എത്തി നിൽക്കുകയാണ്. ഈ പിന്നിട്ട ഫെസ്റ്റിവലിലെല്ലാം തന്നെ ഒട്ടനവധി കലാമൂല്യമുള്ള സിനിമകൾ അവതരിപ്പിക്കാനും സിനിമകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഗൗരവമായും ആധികാരികമായും സംസാരിക്കാനും അതിൻ്റെ ചർച്ചകൾ, സെമിനാറുകൾ, മീറ്റ് ദി ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള എല്ലാ സിനിമാനുബന്ധ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിപ്പോരുകയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ എഡിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഗോവിന്ദ് നിഹലാനി എന്ന പ്രശസ്ത ചലച്ചിത്രകാരനാണ്. അതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായിരുന്നത് MN വിജയൻ മാഷായിരുന്നു. അങ്ങനെ നമ്മൾ 20 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പൊ 20 വർഷം എത്തി നിൽക്കുന്നത് അല്ലേ? അതെ അതെ. ശരിക്കും ഒരു സിനിമ ജസ്റ്റ് ഒന്ന് കാണുക എന്നതിനപ്പുറം ഒരു സിനിമയെ മുഴുവനായിട്ട് ആസ്വദിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത്തരം ചലച്ചിത്രമേളകൾ അല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മീറ്റ് ദ ഡയറക്ടർ, അതുപോലെയുള്ള അതിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് നമ്മുടെ സംശയങ്ങളൊക്കെ നമുക്ക് അവരോട് ഡയറക്റ്റായിട്ട് ഈ സിനിമയുടെ ഭാഗമാകുന്ന ആളുകളോട് തന്നെ ഡയറക്റ്റ് സംസാരിക്കാനും അതിനെക്കുറിച്ച് ചോദിച്ചറിയാനും ഒക്കെ ഒരു അവസരം ഒരുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഒട്ടനവധി സംവിധായകരും അതുപോലെ തന്നെ മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും അവിടെ എത്താറുണ്ട്. അവരെല്ലാവരുമായി ഈ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് ഇൻട്രാക്ട് ചെയ്യാവുന്ന അവസരങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. അതിലൂടെ അവർ അവരുടെ ആശയങ്ങൾ പറയുന്നു, സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. ഒരു പുതിയ ചലച്ചിത്ര ഭാവുകത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് അത് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് തൃശ്ശൂർ ഫെസ്റ്റിവലിൻ്റെ ഒരു വലിയ സാംസ്കാരികമായ സംഭാവന എന്ന് പറയാവുന്നത്. തൃശ്ശൂർ ആളുകൾ അതെങ്ങനെയാണ് ശരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നത്? ചലച്ചിത്രമേളകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു രീതി എങ്ങനെയുണ്ട്? ഇത്രയും ചലച്ചിത്രമേള നടത്തി വരുമ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അല്ല, അത് തൃശ്ശൂർ നഗരത്തിലെ ആൾക്കാരെ സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇത് 20ാമത്തെ വർഷം എത്തിയത്. അതിന് മുമ്പ് നിന്നുകൊണ്ടാണ്. സാധാരണ സർക്കാരുകളാണ് ചെയ്യാറ്. മറ്റേ ഗോവയിലാണെങ്കിൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാനത്താണെങ്കിൽ കേരള സർക്കാർ. ഒരു പ്രാദേശികമായിട്ടൊരു ചലച്ചിത്രോത്സവം തൃശ്ശൂർ നഗരത്തിലും തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തുമായിട്ട് നടക്കുന്നൊരു പ്രവർത്തനം ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ കേരള സർക്കാർ നടത്തുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്രമേ റീജിയനിലേക്ക് പോകാറുള്ളൂ. നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലത്തും 5 സ്ഥലങ്ങളിലായിട്ട് പ്രാദേശികമായിട്ടും അവിടെയുള്ള സൊസൈറ്റികളെ, ഫിലിം സൊസൈറ്റികൾ കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിലിം സൊസൈറ്റി ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ വർഷം തന്നെ നമ്മൾ 2020 3 അവാർഡുകളാണ്
ഏറ്റവും മികച്ച മലയാള സിനിമ നവാഗത സംവിധായക സിനിമകൾക്ക്, ഇന്ത്യയിലത്തെ ഏറ്റവും മികച്ച നവാഗത സംവിധായക സിനിമകൾക്ക്, അത് ഏഷ്യൻ സിനിമകളുടെ സംവിധായകർക്ക്. അതിനകത്ത് നാല് അവാർഡുകളാണ് അതിന് പുറമെ ചെലവൂർ വേണുവിൻ്റെ പേരിൽ ഒരു ഫിലിം സൊസൈറ്റി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അങ്ങനെ 5 അവാർഡുകളാണ് നമ്മൾ ഈ 2024 31 നമ്മൾ കൊടുക്കുക. ഈ ഫിലിം ഫെസ്റ്റിവൽ, ഈ വർഷത്തെ ഫിലിം ഫെസ്റ്റിവൽ ഷാജി എൻ കരുണിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഷാജി എൻ കരുൺ കേരളത്തിലെ ഫിലിം സൊസൈറ്റികളുടെ പ്രസിഡന്റായിരുന്നു, KSFDC പ്രസിഡന്റായിരുന്നു, ചെയർമാനായിരുന്നു. ഒപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ഫെസ്റ്റിവൽ ആരംഭിച്ചതിൻ്റെ തുടക്കം ഷാജി സാറായിരുന്നു. ഷാജി സാറിനാണ് ഈ ഫെസ്റ്റിവൽ ഈ വർഷം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏഷ്യൻ സിനിമകൾ ഇന്ത്യയിൽ കൊണ്ടുവരികയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അരുണ വാസുദേവ്, മറ്റേ ന്യൂഡൽഹിയിൽ കേന്ദ്രീകരിച്ചുള്ള അരുണ വാസുദേവിൻ്റെ പേരാണ് മറ്റു അവാർഡ്. അവരും ഇവിടെ തൃശ്ശൂർ നമ്മുടെ ഫെസ്റ്റിവലിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. തൃശ്ശൂർ ഫിലിം സൊസൈറ്റി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുത്ത്, വിജയമല അവാർഡ് കൊടുത്ത് അരുണ വാസുദേവിനാണ്. ആ അരുണ വാസുദേവിൻ്റെ പേരിലാണ് നമ്മൾ ഏറ്റവും മികച്ച ഏഷ്യൻ സംവിധായകൻ. മലയാളത്തിലെ ഏറ്റവും മികച്ച നവാഗത സംവിധായകന് കൊടുക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് K. രവീന്ദ്രൻ എന്ന പേരിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളും അരവിന്ദന്റെ സിനിമകളും നിർമ്മിച്ചിട്ടുള്ളത് രവീന്ദ്രനാഥ് നായരാണ്. ഗവൺമെന്റ് അല്ല ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തി പ്രൊമോട്ട് ചെയ്ത സിനിമകളാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ അവാർഡ്. അവരെ ഓർക്കാണ് നമ്മള് അതൊന്ന്. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ദൊരത്തി നമ്മുടെ ഫിലിം സൊസൈറ്റി വർഷങ്ങളായിട്ടുള്ള മെമ്പറാണ്, ജർമ്മൻകാരിയാണ്. എല്ലാ സിനിമകൾക്കും കാണാൻ വരും. അവരും കഴിഞ്ഞ വർഷം അന്തരിച്ചു. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് DH ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ അവരൊരു ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അവർ സ്പോൺസർ ചെയ്യുന്ന ഇതാണ് ഇന്ത്യൻ വിഭാഗത്തിലുള്ള അവാർഡ്. അങ്ങനെ നമ്മള് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കൊടുക്കുമ്പോൾ അത് ഇത്തരം ആളുകൾക്ക് അവരുടെ പേരിലാവുമ്പോൾ നമ്മൾ അവരെ കൂടെ ആദരിക്കുകയാണ് ഈ ഒരു ചലച്ചിത്രമേളയിലൂടെ. ഇങ്ങനെ നവാഗത സിനിമകൾക്ക് ഒരു മത്സരം വയ്ക്കുകയും പുരസ്കാരം കൊടുക്കുകയും പ്രൈസ് മണി കൊടുക്കുകയും ചെയ്യുന്ന ഏക ഫെസ്റ്റിവല് തൃശ്ശൂരത്തെയാണ്. കേരള സർക്കാരോ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ സർക്കാരോ നവാഗതർക്ക് വേണ്ടി മാത്രമായിട്ട് സംഭവമില്ല. നമ്മുടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ ഏകദേശം 26ഓളം പുതിയ സംവിധായകർ വരുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് 11 വനിതാ സംവിധായകരുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത്തവണത്തെ ഫോക്കസ് നമുക്ക് 52 സിനിമയിൽ 12ഓളം സിനിമകൾ സ്ത്രീകൾ സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ സിനിമകളാണ് മത്സരരംഗത്തുള്ളത്. ഏഷ്യൻ സിനിമയിലെ 8 സിനിമകളിൽ 3 സിനിമയും സ്ത്രീകളുടെ സിനിമകളാണ്. അതുപോലെ തന്നെ വേൾഡ് സിനിമ കാണിക്കുന്നതിലും പ്രധാനപ്പെട്ട 3 സിനിമകൾ അവരുടേതാണ്. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ സ്ത്രീകൾക്കൊരു അത് ഇവിടെ മാത്രമല്ല, ഇന്റർനാഷണലി അങ്ങനെ ഒരു മേൽക്കൈ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അത് പ്രതിഫലിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഇതിപ്പോ ഇങ്ങനെ ഒരു പ്രോസസ്സാണല്ലോ. ഇപ്പൊ 20ാമത് ചലച്ചിത്രമേളയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 52ൽ 12 സ്ത്രീകൾ സംവിധാനം ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത. അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുമായിരിക്കില്ല, ഓരോ വർഷവും അതിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് സ്ത്രീകൾ ഇങ്ങനെ കയറി വരുന്നത് അതൊരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ നോക്കുമ്പോൾ? തീർച്ചയായിട്ടും. അത് ശരിക്കും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം സിനിമ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ വളരെ ചുരുക്കം എന്നുള്ള രീതിയിൽ വളരെ അപൂർവമായി മാത്രം പേര് കേട്ട് വരുന്ന സ്ത്രീകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു വലിയൊരു നമ്പറിലേക്ക് കയറി വരുന്നത് എന്നുള്ളൊരു കാര്യം. അങ്ങനെ പറയുന്നൊരു കഥയില്ല. അതെന്താ പ്രശ്നം വെച്ചാല്, ഇന്റർനാഷണലി ഒരുപാട് സിനിമ സ്ത്രീ സംവിധായകർ രംഗത്തുണ്ട്. അവരധികം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി രംഗത്ത് ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് കൈവന്നിട്ടുള്ള സ്ത്രീകളാണ്. ഫീച്ചർ ഫിലിമിൽ മാത്രമാണ് അതിന് ഒരു മാറ്റമുള്ളൂ. പക്ഷെ അത് വീണ്ടും ഇവരൊരു നിയന്ത്രണത്തിലേക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ സ്ത്രീകളെല്ലാം സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും സ്ത്രീകളെ പ്രമേയമായി ചിത്രീകരിച്ചിട്ടുള്ള സിനിമകളൊക്കെയാണ് മേൽക്കൈ. അപ്പൊ ഇത്തവണത്തെ തിരുവനന്തപുരം ഫെസ്റ്റിവലിലും അങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. മാലു എന്ന് പറഞ്ഞ ബ്രസീലിയൻ സിനിമ കളിക്കുന്നത് സംഗതി സംവിധാനം ചെയ്ത പുരുഷനാണെങ്കിലും സ്ത്രീകളാണ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളത്. ആ സിനിമ നമ്മളിവിടെ കളിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമാവുകയും പുരുഷന്മാർ സംവിധാനം ചെയ്ത സിനിമകളുടെയും ഒരു സംഭവങ്ങൾ ഉണ്ട്. അങ്ങനെ സ്ത്രീ പ്രമേയവും അതുപോലെ വേറെ മറ്റൊരു വിഷയം ഇതിനകത്ത് വരുന്നത് നവാഗത സംവിധായകരൊപ്പം തന്നെ ദലിത് ഇഷ്യൂസ് ആസ്പദമാക്കിയിട്ടുള്ള സിനിമകളും ഈ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഫെസ്റ്റിവലായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് വൈവിധ്യവും ചെറുത്തുനിൽപ്പും എന്നുള്ളതാണല്ലോ അല്ലെ? ആ ഒരു തീമിലേക്ക്, ആ ഒരു പ്രമേയത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അല്ല, വൈവിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അടിസ്ഥാന സംസ്കാരമാണ്. ആ അടിസ്ഥാന സംസ്കാരത്തെ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ട് തന്നെയാണ്, അതിന്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്
ഇത്തരം ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വൈവിധ്യത്തിനോടൊപ്പം തന്നെ അതിനുണ്ടാകുന്ന തകരാറുകളോ അല്ലെങ്കിൽ അതിന് സംഭവിക്കുന്ന അപജയങ്ങളെയോ ചെറുത്തു നിൽക്കുന്ന ചെറുത്തുനിൽപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടും ഗൗരവമായ പ്രശ്നമായി വർത്തമാനകാല ഇന്ത്യൻ സമൂഹം നേരിടുന്നതാണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. വർത്തമാനകാലത്തിൻ്റെ അവസ്ഥകളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന സിനിമകൾക്കും അതിൻ്റെ സംസ്കാരങ്ങളോടും IFFT എന്നും പിന്നെ അതിനെ മുൻനിരയിൽ നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീപക്ഷ സിനിമകൾ നേരത്തെ തന്നെ ആ ഒരു ആശയത്തെ നമ്മൾ കൺസീവ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാല ഫെസ്റ്റിവലുകളിലും സ്ത്രീ സംവിധായകരുടെയോ അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്ര വിഷയമായിട്ടുള്ള സിനിമകളോ പ്രദർശിച്ചു പോരുന്ന ഒരു പാരമ്പര്യം നമ്മൾ നിലനിർത്തി പോന്നു. അത് കുറേ കൂടി പുഷ്കലമായി തീരുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ 20ാമത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം. നേരത്തെ ചെറിൻ ജോസഫ് പറഞ്ഞ പോലെ തന്നെ അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം എന്നാണ് തോന്നുന്നത്. നമ്മൾ ഫിലിം ഫെസ്റ്റിവലിലേക്ക് നമ്മൾ സിനിമകൾ ആ ഒരു സ്ക്രീനിങ് പ്രോസസ്സും അതൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എപ്പോൾ തുടങ്ങിയതാണ്? ഇതിലേക്കുള്ള ഒരു നമ്മുടെ ആ ഒരു പിന്നണി പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയാലോ, അത് ഏകദേശം എപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? അതിൻ്റെ ആ ഒരു എൻട്രിയുടെ ഒരു വരവും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു തവണത്തേത്? നമ്മൾ ഒരു 4-5 മാസം നമ്മളെ സംബന്ധിച്ച് മതി. ആ 5 മാസത്തിനകത്ത് നമ്മൾ മറ്റു പല ഇന്ത്യയിലുള്ള മറ്റു പല ഫെസ്റ്റിവൽസിനും കവർ ചെയ്തിട്ടുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെടും. അവരെ ഇന്റർനാഷണലി കവർ ചെയ്തിട്ടുള്ള സിനിമകളും ശ്രദ്ധിക്കപ്പെടും. അവർക്ക് നമ്മൾ കത്തെഴുതും. കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കാര്യം ചെയ്യാം. അതുപോലെ പുതിയ ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചു നമ്മുടെ ഒരു ഏരിയ നവാഗത സംവിധായകരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുതിയ ഫിലിം മേക്കേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്ന ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇപ്പോൾ ലൊക്കാർണോ, ഇന്റർനാഷണലി ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നവാഗത സംവിധായകർക്ക് മാത്രമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. ഇന്ത്യയിൽ അങ്ങനെ ഇല്ലെങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളത് തുടങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഫെസ്റ്റിവൽസ് ലോകത്തിൻ്റെ 1-2 കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. അപ്പോൾ അത്തരം സിനിമ അവിടെ വരുന്ന സിനിമ ശ്രദ്ധിക്കും. അങ്ങനെ അത് തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്ക് മെയിലയച്ച് സംഗതി അനുവാദം വാങ്ങിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കാം. ഒപ്പം തന്നെ അവർ വരും ചെയ്യാം, പങ്കെടുക്കുകയും ചെയ്യാം. ഇവിടെയുള്ള ആൾക്കാരായിട്ട് ചോദിക്കാം. ഈ നവാഗതരുടെ കാര്യം പറഞ്ഞു, 26 സിനിമകളോളം നവാഗതരുടെ സിനിമകളാണ് ഇത്തവണത്തേത്. അപ്പോൾ നവാഗത സംവിധായകര് ഈ ഫിലിം ഫെസ്റ്റിവലിനെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ അഭിപ്രായമൊക്കെ എങ്ങനെയാണ് ഈ ഫിലിം ഫെസ്റ്റിവലിനെ സംബന്ധിച്ച്? അവർക്ക് വലിയൊരു ഏരിയയാണ്. കാരണം അവരുടെ സിനിമകൾ ഒരുപക്ഷെ മറ്റ് ഇവിടെ തറക്കം വന്ന സംവിധായകരെ കൂടെ മത്സരിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കപ്പെടില്ല. കാരണം മറ്റേ കൈത്തറക്കുള്ള ആൾക്കാരാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക. ഇവരെ ആദ്യത്തെ ആയതുകൊണ്ട് ചിലപ്പോൾ ആ സമയം അപ്പോൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ട്, പങ്കെടുക്കാനും താല്പര്യമുണ്ട്, സിനിമകൾ അയക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ് അവരെ സംബന്ധിച്ച്. അതിനൊരു അവാർഡ് കിട്ടാന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. അതിന് പറ്റുന്ന ഒരു ജൂറി നമ്മൾ സീരിയസ് ആയിട്ട് തിരഞ്ഞെടുക്കും. ഒരു 9 അംഗ ജൂറിയാണ് ഈ 3 എണ്ണം നമ്മൾ തീരുമാനിക്കുക. അവർ തിരഞ്ഞെടുക്കുന്ന സിനിമകൾക്കാണ് നമ്മൾ പുരസ്കാരം കൊടുക്കുക. നമ്മുടെ വെന്യൂ എന്ന് പറയുന്നത് കൈരളി ശ്രീ, അതുപോലെ രവികൃഷ്ണ, ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ്, 3 തിയേറ്ററുകളിലായിട്ടാണ് നമ്മുടെ പ്രദർശനം നടക്കുന്നതല്ലോ. അപ്പോൾ ഓരോ ദിവസവും 8 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയാണ്. ഓരോ ദിവസം എത്ര ചലച്ചിത്രങ്ങളാണ്? അതിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? നമ്മൾ തൃശ്ശൂരിലെ കൈരളി ശ്രീ എന്ന് പറയുകയാണെങ്കിലും ശ്രീ തിയേറ്ററാണ് അതിനകത്ത്. കൈരളി ശ്രീ കോംപ്ലക്സിൽ ശ്രീ തിയേറ്റർ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. രവികൃഷ്ണൻ അതുപോലെ തന്നെ. അതായത് 2 സ്ക്രീനിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒരു 50ഓളം സിനിമകൾ അതിനകത്താണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഒരു ദിവസം 6-7 സിനിമകൾ ചെയ്യും. ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററീസ് ഒരു 10 വരെ ചെയ്യും. അങ്ങനെയാണ് സ്ക്രീനിങ് ഉണ്ടാവും. ഈ 10 ആൾക്കാർക്ക് കാണാൻ അവസരം ഉണ്ടാക്കുക. കാരണം മറ്റേ ക്ലാഷ് ചെയ്യാത്ത തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കാണാനായിട്ട് സാധാരണ ഒരു ഓഡിയന് ഇത് കാണാനായിട്ടുള്ള അവസരം അതെങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്നത്? അവർക്ക് ജനറലായിട്ട് നമ്മൾ ഡെലിഗേറ്റ്സിന് അപേക്ഷ വിളിക്കും. അവർക്ക് അപേക്ഷിക്കാം. നമ്മളതിൻ്റെ മെറ്റീരിയൽ കൊടുക്കും. മറ്റേ വിവിധ സോഷ്യൽ മീഡിയ വഴിയും പത്രങ്ങൾ വഴിയും ഒക്കെ നിങ്ങളും അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ അത് അന്വേഷിച്ച് വരും. കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഓൺലൈൻ ത്രൂ തന്നെയാണ്. ഓൺലൈനിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി അവർക്ക് അപേക്ഷിക്കാം. അതല്ല നമുക്കൊരു ഓഫീസ് ഉള്ളതുകൊണ്ട് അവിടെയും വന്ന് അപേക്ഷിക്കാം. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ തന്നെ ഓഫീസിൽ വന്ന് അപേക്ഷിക്കും. പുതിയ ആൾക്കാരൊക്കെ തന്നെ വെബ്സൈറ്റ് വഴി അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈനാണ് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ ചാർജും കാര്യങ്ങള് അങ്ങനത്തെ ഇതെല്ലാത്തിനും നമുക്ക് ഡെലിഗേറ്റ് ഫീസ് ഉണ്ട്. അത് മറ്റേ ഡെലിഗേറ്റ് ഫീസ് എന്ന് പറയുന്നത് ഒരു 1300 റുപ്യാണ്. അതേസമയം സ്ത്രീകൾക്കാവുമ്പോൾ 750 ആവും, സ്റ്റുഡൻസിനാവുമ്പോൾ 500 ആവും. ആ രൂപത്തിലാണ് അത്. ഈ 8 ദിവസവും അവർക്ക് 8 ദിവസം അവർക്ക് ഏത് സിനിമയും കാണാം, ഏത് സിനിമയും
അതൊന്ന് ഇറങ്ങിപ്പോരും ചെയ്യും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അതുപോലെ അതിന്റെ ഭാഗമായിട്ടുള്ള ഡയറക്ടേഴ്സായിട്ടുള്ള ഡയറക്ടേഴ്സായിട്ട് ചെയ്യാം. ഉദ്ഘാടന ചടങ്ങ്, സമാപന ചടങ്ങ്, ഓപ്പൺ ഫോറം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. പ്രത്യേകമായിട്ട് ഈ ഫിലിം മേക്കേഴ്സ് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ജൂറി കമ്മിറ്റി മെമ്പേഴ്സ്, സീനിയർ ആയിട്ടുള്ള ജൂറി കമ്മിറ്റി മെമ്പേഴ്സ് വരുന്നതുകൊണ്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഫെസ്റ്റിവൽസ് വേദികളുണ്ടാവും. അതാണ് മെച്ചം. സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു ചാൻസ് ആണല്ലോ. തീർച്ചയായും നേരിട്ട് അവരുമായിട്ട് സംവദിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ സിനിമ കാണുമ്പോഴും നമുക്ക് അവരോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് സിനിമാ പ്രേമികൾക്ക് വലിയൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് ജോഷുവ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള പെയിന്റിങ്സ് കൈരളി ശ്രീ കോംപ്ലക്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നമ്മൾ പെയിന്റിംഗ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ മുൻപ് നടത്തി പോന്നിരുന്നതാണ്. 2006 നമ്മളത് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. അന്ന് ഫെസ്റ്റിവലെ ബിന്ദു തിയേറ്ററിലായിരുന്നു നടന്നിരുന്നത്. ഇതിൻ്റെ ഒരു ആശയം സിനിമ ഒരുപാട് ശാഖകളുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർഡിസിപ്ലിനറി ആയി നിൽക്കുന്ന ഒരു കലാരൂപമാണ്. അതുകൊണ്ട് അതിന് പെയിന്റിങ്സ് ആയിട്ട് ബന്ധമുണ്ട്, സാഹിത്യമായിട്ട് ബന്ധമുണ്ട്, അതുപോലെ കവിതകളായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ ഒട്ടനവധി സാഹിത്യ കലാശാഖകളായി ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെയിന്റിങ്സ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. ദാമോദരൻ നമ്പടി എന്ന് പറയുന്ന പ്രശസ്ത ചിത്രകാരനായിരുന്നു ആദ്യം ഇതിൻ്റെ ക്യൂറേറ്ററായി വരികയും അത് നമ്മൾ 7 വർഷക്കാലം വിവിധ വെനുകളിലായി അവതരിപ്പിച്ച് പോരുകയും ചെയ്തു. പിന്നീട് കുറച്ചു കാലം അതിനൊരു ഇടവേളയുണ്ടായി. വീണ്ടും 20ാമത് ഫെസ്റ്റിവലിൽ ജോഷുവ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി പെയിന്റിങ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈരളി ശ്രീ കോംപ്ലക്സിൽ അതിൻ്റെ പ്രദർശനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സിനിമ കാണാൻ വരുന്ന നമ്മുടെ പ്രതിനിധികൾക്ക് അതുകൂടി കാണാനും ആസ്വദിക്കാനും ഉള്ളൊരവസരം നമ്മൾ നൽകുന്നു. മാത്രമല്ല അതിൽ വല്ല കാര്യങ്ങൾ സംശയിക്കോ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചിത്രകാരനുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു സ്പേസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോരുന്നുണ്ട്. അത് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചുകൊണ്ട് മുമ്പ് നമ്മൾ സിനിമയിലെ ടെക്നോളജിയിൽ വരുന്ന മാറ്റത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും ഇതുപോലെ എക്സിബിഷൻ നമ്മൾ ഒരുക്കി. അപ്പോൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറുകളൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ ഒരു ഷോക്കേസ് പീസായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് ഉൾപ്പെടെയുള്ളതിൻ്റെ കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിത്ര പ്രദർശനത്തിൽ നടത്തിയിരുന്നു. അതൊരു വലിയ ഒരർത്ഥത്തിൽ പറഞ്ഞൊരു ഒരു വലിയ ആർക്കൈവൽ പ്രസൻറ്റേഷൻ കൂടിയായിരുന്നു. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു ആശയത്തിൻ്റെ അതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഫെസ്റ്റിവലുകളോട് പെയിന്റിങ്സ് എക്സിബിഷനെ നമ്മൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ജോഷുവയുടെ പെയിന്റിങ്സ് മാത്രമല്ല 2 ഫ്രഞ്ച് പെയിന്റർമാരുടെ ചിത്രങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാൻ പാടില്ലാത്ത നമ്മുടെ സുനിൽ സുഗത എന്ന് പറഞ്ഞ ഫിലിം ആക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു പെയിന്ററും കൂടിയാണ്. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് 10-12 പെയിന്റിങ്സ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സുനിൽ സ്ഥിരമായിട്ട് അവിടെ വരുന്ന ആളാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് അവിടെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാനും ഇടപഴകാനും പറ്റുന്നതാണ്. അവന്റെ ആക്ടർ ഗോപാലന്റെ പെയിന്റിങ് ചിത്രങ്ങളുണ്ട്. ഇവര് നാടകം, സിനിമ, പെയിന്റിംഗ്, ചിത്രപരിപാടികൾ എല്ലാം ഉള്ള ആൾക്കാരാണല്ലേ? അതെ, അങ്ങനെയാണ്. അപ്പൊ ഇവിടെയൊക്കെ മറ്റേ ഓഡിയൻസ് വരുമ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും അതിനെക്കുറിച്ച് അറിയാനൊക്കെ കഴിയുന്നൊരവസ്ഥയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ ചിത്ര പ്രദർശനത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സുനിൽ സുഗത, ഗോപാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ അഭിനയം നമ്മൾ നാടകത്തിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ വരച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത് എനിക്കൊരു പുതിയ അറിവാണ്. അപ്പം ഇതുപോലെ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വദിക്കാനും ഒപ്പം തന്നെ അവരുമായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചറിയാനായിട്ടും ഒക്കെ ഒരു അവസരം കിട്ടുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സിനിമ കഴിഞ്ഞാലും അതിൻ്റെ സിനിമാ പ്രവർത്തകരുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നുള്ളതൊക്കെ തന്നെയാണ് ഇത്തരം ചിത്ര പ്രദർശനങ്ങളുടെ ഏറ്റവും വലിയൊരു നേട്ടം അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ സാധാരണ ആളുകൾ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നേരിട്ട് ആസ്വദിക്കാനായിട്ട് തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇവിടെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. തൃശ്ശൂർക്കാർക്ക് കുറച്ചും കൂടെ ഒരു സൗകര്യത്തിൽ വരാനായിട്ട് പറ്റും. കൈരളി ശ്രീ അതുപോലെ രവികൃഷ്ണയിലൊക്കെയാണ് ഈ പ്രദർശനം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തൃശ്ശൂർക്കാർക്ക് അതൊരു വലിയൊരു ആഘോഷം തന്നെയാണ്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ആഘോഷിക്കുന്ന ആളുകളാണ് തൃശ്ശൂർക്കാർ. അതുകൊണ്ട് ഇത് പുതിയ
പുതിയൊരു ആഘോഷത്തിനുള്ള സമയമാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ആണ്, ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം ചെയ്തത് പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശശികുമാർ സാറായിരുന്നു. ഒപ്പം തന്നെ പ്രിയനന്ദനൻ സാർ, അതുപോലെ കോർപ്പറേഷൻ മേയർ മുഖ്യ അതിഥിയായിരുന്നു. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. അതുപോലെ തന്നെ സിനിമാ പ്രദർശനങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഇതുവരെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ 8 ദിവസം വരെ ഉണ്ട്. അപ്പോൾ ഇതുവരെ അറിയാത്തവരോ അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് വെച്ചിരിക്കുന്നവരൊക്കെ ഒട്ടും അടിക്കാതെ ഇപ്പൊ തന്നെ റെഡി ആയി പോകുന്നുള്ളൂ. കൈരളി ശ്രീ, അതുപോലെ തന്നെ രവി കൃഷ്ണ തിയേറ്ററുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരുപാട് സിനിമകളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ദിവസവും പത്രങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. വെബ്സൈറ്റ് അഡ്രസ്സ് ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താലോ? ifft.org.in. ഇതിലൂടെ നമുക്ക് ഡെലിഗേറ്റ്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. നേരത്തെ എല്ലാ സിനിമകളുടെ ഡീറ്റെയിൽസ് കാണാം. അതെ, ഒരു തവണ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റും. മുഖ്യ സംഘാടകര് ഇതിനകത്ത് നമ്മൾ മറന്നു കളയണ്ട. അത് IFFT എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജനസംസ്കാര ചലച്ചിത്ര കേന്ദ്രം, ഒപ്പം തന്നെ ചിത്രാംഗന ഫിലിം സൊസൈറ്റി, സ്ത്രീകളുടെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രാംഗന. അതുപോലെ നന്മ ആർട്ടിസ്റ്റ് അസോസിയേഷൻ, ഇത്തരം ആൾക്കാരൊക്കെ തന്നെ സഹകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വടക്കാഞ്ചേരി സ്റ്റേജ് ആൻഡ് ഡ്രാമ, അവിടെ നാളെ ആരംഭിക്കുകയാണ്. 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെ വടക്കാഞ്ചേരിയിലുണ്ട്. 29-ഉം 30-ഉം ഗുരുവായൂർ അപ്പാസ് തിയേറ്ററിലുണ്ട്. പെരിഞ്ഞനത്തും 4 ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ വെങ്ങണിശ്ശേരിയിൽ 4 ദിവസം ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വികേന്ദ്രീകൃത ഫെസ്റ്റിവലും കൂടിയാണ്. ചുരുക്കി ഫെസ്റ്റിവലാണ് തൃശ്ശൂർ ആഘോഷം എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് നമ്മുടെ ടൗണിൽ മാത്രമല്ല, തൃശ്ശൂർ മൊത്തം വ്യാപിച്ച് അങ്ങനെ കിടക്കുകയാണ്. എല്ലായിടത്തും ഉള്ളവർക്കും സുഖമായിട്ട് സിനിമകൾ ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ നമ്മൾ 20ാമത് വർഷമാണ്. ഇനിയും ഒരുപാട് വർഷം നമുക്ക് മുന്നിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ ആ ഒരു സക്സസ്ഫുള്ളി നമുക്ക് ചെയ്യാൻ പറ്റിയതിന്റെ ഊർജ്ജത്തിലാണ് നമ്മൾ ഓരോ വർഷവും വീണ്ടും വളരെ ഗംഭീരമായിട്ട് ഇതുപോലുള്ള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്താനായിട്ടുള്ള നമുക്ക് സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ 20ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് തൃശ്ശൂർ ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ നടത്തുന്നതിൻ്റെ ആ ഒരു ഊർജ്ജത്തിലാണ് നമ്മൾ ഈ വർഷം വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഈ ഒരു 8 ദിവസം നമ്മൾ വളരെയധികം തിരക്കുകളാണ്. ആ തിരക്കുകൾക്കിടയിലാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഈ വർഷവും അത് വളരെ ഗംഭീരമാക്കാനും ആ ഊർജ്ജത്തോടു കൂടി ഇനിയും ഒരുപാട് വർഷം മുന്നിലേക്ക് പോകാനുമായിട്ട് സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ്. അതിനിടയിലാണ് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ വന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ചെറിയൻ സാറിനും രാധാകൃഷ്ണൻ സാറിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹലോ റേഡിയോനും താങ്ക് യു.